Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. Good morning. Prayer Good morning. പറഞ്ഞോ. Okay, good morning, all. Prayer പറഞ്ഞോ start ചെയ്തോട്ടോ. Okay, ma'am. Good morning, ma'am. Good morning, all. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും നബി അല്ലാഹുവും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ. നന്നായിരുന്നു കേട്ടോ. Signing and thought of the day. Ma'am, sign in. Okay, പറഞ്ഞോ. Good morning, ma'am, and my dear friends. Today is 8th August 2025, a special day known as Quit India Movement Day. On this day, in 1942, Mahatma Gandhi gave the call to do or die to end British rule in India. It reminds us of the courage and unity of our freedom fighters. Let us take inspiration from their dedication and always stand for truth and justice. Thank you. Then thought of the day. Good morning, Aparna ma'am. Good morning, friends. Today is August 8, Quit India Movement Day. So, I am going to share our freedom fighter Mahatma Gandhi thought. Whatever you do will be insignificant, but it is very important that you do it. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്രാധാന്യമുള്ളതായിരിക്കും, എങ്കിലും അത് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ മാം, താങ്ക് യു. Okay. Thank you. Then നമ്മള് ലാസ്റ്റ് ക്ലാസ് ഏത് പോർഷൻ ആയിരുന്നു എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? യെസ് മാം, നോർമലൈസേഷൻ യൂണിറ്റ് 5 അതാണ് ഇന്ന് തുടങ്ങാന്ന് പറഞ്ഞേ. പറഞ്ഞത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തോ? ആ ഒരു ലാസ്റ്റ് പോർഷൻ ma'am. മോണ്ടിസോറി വർക്ക് ആഫ്റ്റർ വേർഡ്സ് കംപ്ലീറ്റ് ചെയ്തു. യെസ്. ഐ തിങ്ക് ഓക്കെ. ഞാൻ വിചാരിച്ചു അതും കൂടി ഉണ്ടെന്ന് വിചാരിച്ചു കേട്ടോ, സോറി. മാം, ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, ബീച്ച് സ്റ്റെയർ. ബീച്ച് സ്റ്റെയർ അല്ലേ? ഓക്കെ, ഇടാം. ഓക്കെ, പ്രസന്റ് ചെയ്യാം. ചെറിയ തോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് കേട്ടോ, സോറി ഡിസ്റ്റർബൻസ് തന്നെ. നമുക്ക് സ്റ്റെയർ പ്രസന്റ് ചെയ്യാം. ആരെല്ലാം ചെയ്തിട്ടുണ്ട്? ഞാൻ ചെയ്തിട്ടുണ്ട് മാം. ഓക്കെ, ബാക്കിയുള്ള പേര് മെൻഷൻ ചെയ്യാം കേട്ടോ. റിന്റെ ക്യാമറ ഓൺ അല്ലാടാ. ഫിക്സഡ് ആണ് അല്ലെങ്കിൽ നമ്മള് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണോ? അറേഞ്ച് ചെയ്ത് വെച്ചെന്താ? നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? ജഷ്, Ma'am, Jerusha. ചെറുഷ പ്രസന്റ് ചെയ്തോടാ. മാം, പക്ഷെ ഞാൻ ഡ്രോ ചെയ്ത കുഴപ്പമില്ലല്ലേ?
അക്കൗണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഡ്രോ ചെയ്തു. വലുതായിട്ടാണോ ചെയ്തത്? നോക്കട്ടെ, പ്രസന്റ് ഓക്കെ, ഡ്രോ ആണ് ചെയ്തത്. ഓക്കേടാ. ബട്ട് ബീഡ്സ് ആണെങ്കിൽ കുട്ടികൾക്ക് കൗണ്ട് ചെയ്യാനായിട്ടേ നല്ല എളുപ്പമായിരിക്കും. അതായിരുന്നു നല്ലത്. പറ്റുകയാണെങ്കിൽ ബീഡ്സിന്റെ ചെയ്യണം കേട്ടോ. Okay. മാം ഒരു ചോദിച്ചോട്ടെ, ഇതിപ്പോ നമ്മള് മാം പറഞ്ഞില്ലേ ഇപ്പൊ 1 ആണെങ്കിൽ 10 സെറ്റ് അങ്ങനെ നമ്മൾ ചെയ്യണോ? ആസ് യു വിഷ്, നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഓക്കെ മാം. സ്റ്റെയർ എന്തായാലും വേണം എല്ലാവരുടെയും കയ്യില്. ബീഡ്സ് ആസ് യു വിഷ് ആണ്, കാരണം എല്ലാവർക്കും അത്രയും ബീഡ്സ് കിട്ടാനും ചെയ്യാൻ നല്ല പാടായിരുന്നു തോന്നുന്നല്ലേ. ഇതിന്റെ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഇമേജ് ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് സിമ്പിൾ ആയിട്ട് ചെയ്തു. ആ കമ്പി പെട്ടെന്ന് വളയണ ടൈപ്പാ, ഒരുപാട് കട്ടിയുള്ളതല്ല. അപ്പൊ പെട്ടെന്ന് ചെയ്യാൻ പറ്റി. ചെയ്യാനൊക്കെ പറ്റി. കട്ട് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണല്ലോ. വേറെ ആരെന്താ ചെയ്യാന്? മാം അങ്ങനെ ചെയ്യുന്നതന്നെ എളുപ്പം. ഞാനിത് ത്രെഡിൽ ചെയ്യാൻ നോക്കി, പക്ഷെ അത് ലൂസ് ആയി പോകുന്നു. കാണുമ്പോ ഒരു നീറ്റ്നെസ് ഇല്ല. ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഫുൾ ആയിട്ടില്ല. ഓക്കെ, അത് എന്നത്തേക്ക് കംപ്ലീറ്റ് ആക്കും? ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതില് ഫസ്റ്റത്തെ റോയിൽ ഈ മുത്ത് വെക്കാൻ പറ്റുമോ? ഒരു ഡൗട്ട്. ഇല്ലടാ, ഇല്ല. നന്നായിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് ചെയ്യട്ടോ. അത് നൂല് ഞാൻ പകുതി ചെയ്തു മാം, പക്ഷെ അത് ചെയ്തോണ്ടിരിക്കുമ്പോ അത് മനസ്സിലാവുന്നത് കമ്പി ആയിരിക്കും കുറച്ചും കൂടി നല്ലത്, നീറ്റായിട്ട് നമുക്ക് കാണാനും. കമ്പിയാ നല്ലത്. മറ്റേത് ലൂസ് ആയി പോകും. നൂലാണെങ്കിൽ ഫിക്സഡ് ആണെങ്കിലേ, ഒരു ബോർഡിൽ ഫിക്സഡ് ആണെങ്കിൽ നൂല് ചിലപ്പോ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ കമ്പി ആയിരിക്കും നല്ലത്, കാരണം ഒരു ഫ്ലെക്സിബിലിറ്റി ഫീൽ ചെയ്യും, നമുക്ക് നീക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എല്ലാവരും ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നമ്മള് ഇനി നോക്കാൻ പോകുന്നത് യൂണിറ്റ് 5 ആണ്. സോ നമ്മള് കുട്ടികളിലെ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികൾ മേ ബി ഒരു നോർമലൈസ്ഡ് ചൈൽഡ് ആവാം, ഒരു മേ ബി ഡീവിയേറ്റഡ് ചൈൽഡ് ആവാം. ഞാൻ എക്സാമ്പിൾ ഒക്കെ ചോദിച്ചോ നിങ്ങളുടെ അടുത്ത്? ചോദിച്ചോ? എന്ത് മാം? നോർമലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഇൻട്രൊഡക്ഷൻ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം, ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ചോദിക്കുകയാണ്. 2 കുട്ടികൾ, ഒരു ക്ലാസ്സിൽ തന്നെ 2 കുട്ടികൾ. ഒരു കുട്ടിയാണെങ്കിൽ ഒരു അവൻ വർക്ക് ചെയ്യുന്നത് മോണ്ടിസോറി എൻവയോൺമെന്റിലാണ്. ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യാണ്. ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു. അവന്റെ വർക്ക് കംപ്ലീറ്റ് ആയത് നോക്കുന്നില്ല, നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകുന്നു. അടുത്ത വർക്ക് ചെയ്യുന്നു, അതും കംപ്ലീറ്റ് ആയോ ഇല്ലേ ഒന്നും അവന് ബോധർ ചെയ്യുന്നില്ല, അടുത്തൊരു ആക്ടിവിറ്റീസിലേക്ക് പോകുന്നു. അങ്ങനെ അവൻ എല്ലായിടത്തും ഓടി നടന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റൊരു കുട്ടിയാണെങ്കിൽ എന്താണ്, ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്, അവൻ ഒത്തിരി ടൈം എടുത്താണ് ആ ആക്ടിവിറ്റി ചെയ്യുന്നത്. മേ ബി അത് കംപ്ലീറ്റ് ആകുന്നത് വരെ അവൻ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ്ലി ആ ഒരു ആക്ടിവിറ്റി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ആ ആക്ടിവിറ്റി തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിൽ ഏത് കുട്ടിയാണ് നോർമൽ ചൈൽഡ്, ഏത് കുട്ടിയാണ് ഡീവിയേറ്റഡ് ചൈൽഡ്? ഫസ്റ്റിലത്തെ കുട്ടിയല്ലേ മാം ഡീവിയേറ്റഡ് ചൈൽഡ്? എല്ലാവരുടെ അഭിപ്രായം അതാണോ? ഫസ്റ്റ് കുട്ടി ഡീവിയേറ്റഡ് ആണോ? യെസ് മാം. ഓക്കെ, കാരണം എന്താണ്, ആ കുട്ടിക്ക് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അവനൊരു ആക്ടിവിറ്റിന്ന് മറ്റൊരു ആക്ടിവിറ്റിയിൽ പെട്ടെന്ന് ഡീവിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ആ ഒരു നമ്മൾ വിചാരിക്കും നല്ല സ്മാർട്ട് ആയിട്ട് ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അവനാണ് നോർമൽ ചൈൽഡ് എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അവൻ ഡീവിയേറ്റഡ് ചൈൽഡ് ആണ്. കാരണം അവൻ പെട്ടെന്ന് അവന്റെ ഇത് എന്താ പറയാ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഡീവിയേറ്റ് ആവുന്നു. ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഡീവിയേറ്റ് ചെയ്ത് മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് പോവാണ്. രണ്ടാമത്തെ കുട്ടി എന്ന് പറയുമ്പോൾ അവൻ ആ ഒരു ആക്ടിവിറ്റി ഉള്ളൂവെങ്കിലും അവനത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ആക്ടിവിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഹീസ് നോർമൽ ചൈൽഡ്. നമ്മള് നോർമലൈസേഷൻ നമുക്ക് പോസിബിൾ ആകുന്നത് ത്രൂ വർക്കിലൂടെ മാത്രമാണ്. നമ്മൾ വർക്ക് ചെയ്യിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി വീണ്ടും ചെയ്യുന്നതിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്, നോർമൽ ചൈൽഡ് ആയിട്ട് മാറുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യം ഒരു കുട്ടി വരുമ്പോൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരു കുട്ടി വരുമ്പോൾ ആ കുട്ടി മേ ബി നോർമലോ
നോർമൽ ചൈൽഡ് ആവണമെന്നില്ല, മേ ബി ഡീവിയേറ്റഡ് ചൈൽഡ് ആയിരിക്കും. നമ്മൾ ആദ്യം തന്നെ അവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്. പിന്നെ നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നു, വർക്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓരോ ആക്ടിവിറ്റീസും നമ്മൾ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവനെ ചെയ്ത് തുടങ്ങുമ്പോൾ അവന്റെ മാറ്റങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവന്റെ ഒരുപാട് ക്വാളിറ്റീസ്, ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീലിംഗ് ചെയ്യും. പേഴ്സണലി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ദെൻ അവൻ വർക്കിലൂടെ തന്നെ ഒരു നോർമൽ ചൈൽഡ് ആയിട്ട് മാറും. ഓക്കെ കേട്ടോ. അപ്പോ നോർമലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ചേഞ്ച് ആണ്. ഒരു കുട്ടീനെ സംബന്ധിച്ച് അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ട് വരുന്ന ഒരു ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മള് മോണ്ടിസോറിയില് മെയിൻ ആയിട്ട് നമ്മൾ നോർമലൈസേഷൻ എങ്ങനെ അക്യൂർ ചെയ്യണമെന്ന് വെച്ചാൽ ത്രൂ വർക്കിലൂടെയാണ്. കുട്ടീനെ റിപ്പീറ്റ്ലി നമ്മൾ വർക്ക് ചെയ്യിക്കുന്നതിലൂടെയാണ് ആ കുട്ടി നോർമൽ ചൈൽഡ് ആയിട്ട് മാറുന്നത്. ത്രൂ വർക്കിംഗ് നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ആദ്യം സിമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് മുതൽ ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും ടഫ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വരെയുണ്ട്. സോ ഓരോ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കുട്ടി നോർമൽ ആണോ ഡീവിയേറ്റഡ് കുട്ടിയാണോ, അവർ ഒരുപാട് നേരം ആ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മാറി നിന്ന് എന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ആ കുട്ടി നോർമൽ ചൈൽഡ് ആണോ ഓർ ഡീവിയേറ്റഡ് ചൈൽഡ് ആണോ എന്നത്. അതിലൊന്ന് റീഡ് ചെയ്യോ? Okay, ma'am. Normalization and deviation. Normalization. Dr. Montessori discovered that a new normalized child would frequently emerge as a result of being in complete harmony with his entire environment. She developed her special method based on this disclosure. Montessori described this process of fundamental change in the child as normalization. ഓക്കേടാ, നമ്മള് ഒരു കുട്ടി മോണ്ടിസോറി പറയുന്നത് ഒരു ന്യൂ നോർമലൈസ്ഡ് ചൈൽഡ് ആയി മാറണമെന്നുണ്ടെങ്കിൽ അവൻ അവരുടെ എൻവയോൺമെന്റ് എന്റർ ഹാർമണി, നല്ലൊരു ഐക്യത്തോട് കൂടി അവരുടെ എൻവയോൺമെന്റ് ആയിട്ട് ചേരണം. അവന് പുറത്ത് അല്ലെങ്കിൽ അവന്റെ ചുറ്റുപാടും എന്താണ് നടക്കുന്നത് എല്ലാത്തിനെ കുറിച്ച് അവന് നല്ല രീതിയിലൊരു നോളജ് കിട്ടണം. അതേപോലെ അതിന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം ആ കുട്ടി എന്ത് ചെയ്യേണ്ടത്, പെരുമാറേണ്ടത്. സോ ഇതാണ് അങ്ങനെ വരുന്ന ഒരു കുട്ടിയാണ് നോർമൽ ചൈൽഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മെത്തേഡ് നമ്മള് മരിയ മോണ്ടിസോറി ആണ് ഈ ഒരു നോർമലൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ് എന്ത് ചെയ്തത്, ഡെവലപ്പ് ചെയ്തത്. മോണ്ടിസോറി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ഫണ്ടമെന്റൽ പ്രോസസ് ആണ് അവന്റെ ലൈഫിൽ, ഒരു കുട്ടിയുടെ ലൈഫിലെ ഏറ്റവും ഫണ്ടമെന്റൽ പ്രോസസ് ആണ് എന്ത്, നോർമലൈസേഷൻ എന്നുള്ളത്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫിനോമിനയാണ് എന്ത്, നോർമലൈസേഷൻ. നമുക്ക് നോർമലൈസേഷൻ എങ്ങനെ മാത്രമാണ് പോസിബിൾ ആകുന്നതെന്ന് ഞാൻ പറഞ്ഞു. നോർമലൈസേഷൻ ത്രൂ വർക്കിലൂടെ മാത്രമാണ്. റിപ്പീറ്റ്ലി അവർ വർക്ക് ചെയ്യുന്നതിലൂടെ മാത്രമാണ് ആ കുട്ടി എന്ത് മാറുന്നത്, നോർമൽ ചൈൽഡ് ആയിട്ട് മാറുന്നത്. നിങ്ങൾക്കറിയാലോ, നമ്മള് ഒരു കാര്യം ഇപ്പോ എന്താ പറയാ, നമ്മള് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പാഷൻസോ അല്ലെങ്കിൽ ഡാൻസ്, പാട്ട്, ഇതെല്ലാത്തിലും നമ്മൾ പെർഫെക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, ത്രൂ പ്രാക്ടീസ് വേണം അല്ലെ, വേണ്ടേ? ഡാൻസ് ഇല്ലേ, വേണം. പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു വ്യക്തി പ്രാക്ടീസിലൂടെയാണ്. നമ്മൾ റിപ്പീറ്റ്ലി ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ പെർഫെക്റ്റ് ആവും. അതേപോലെ തന്നെയാണ് കുട്ടികൾ ത്രൂ വർക്കിലൂടെ മാത്രമാണ് നോർമലൈസ് ആവുന്നത്. റിപ്പീറ്റ്ലി വർക്ക് ചെയ്യുന്നതിലൂടെ മാത്രമാണ് കുട്ടികളെ നമുക്ക് നോർമൽ ചൈൽഡ് ആക്കി മാറ്റാനായിട്ട് പറ്റുന്നത്. ഓക്കെ, എമൻ അതൊന്ന് വായിക്കാം പാരഗ്രാഫ്. ഞാൻ വായിക്കാം. വായിച്ചു. Among the revelation the child has brought us, there is one fundamental importance: the phenomenon of the normalization through work. It is certain that the child's aptitude for work represents a vital instinct. For without work, his personality cannot organize itself and deviates from the normal lines of its construction. Man builds himself through working. Okay. അപ്പൊ ഈ ഒരു ഫിനോമിനേനെ മോണ്ടിസോറി പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു നോർമലൈസേഷൻ പോസിബിൾ ആകുന്നത് എങ്ങനെയാണ്, ത്രൂ വർക്കിങ്ങിലൂടെ മാത്രമാണ് നമുക്ക് നോർമലൈസേഷൻ പോസിബിൾ ആക്കുന്നത്. പിന്നെ ചൈൽഡിന്റെ ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് ആ കുട്ടീനെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രൂ വർക്കിങ്ങിലൂടെ മാത്രമാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ വർക്കൊന്നും കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ മേ ബി അവന്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, ഓർഗനൈസ് ആവണമെന്നില്ല, അവൻ ഡീവിയേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം.
കോവിഡിന്റെ സമയത്ത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഉണ്ടാവും. കോവിഡിന്റെ സമയത്ത് LKG ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ കുട്ടികളില്ലേ, LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ്, ആ കുട്ടികൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു 8th 9th തോന്നുന്നത്, 7th 8th 9th ആണോ, അല്ലെങ്കിൽ 5 6 7 ആ ഒരു റേഞ്ച് ആണ് കുട്ടികൾ. അവർക്കൊന്നും ഇപ്പോഴും മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബേസ് കുറവാണ്. ആ സമയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമില്ല, ചെറിയ പ്രായത്തിൽ അവരെ എന്ത് ചെയ്യേണ്ടതായിട്ടായിരുന്നു, ഓരോ കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് അക്ഷരങ്ങൾ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണമായിരുന്നു. പക്ഷെ അവര് എന്ത് ചെയ്തില്ല, ആ സമയത്ത് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പാരന്റ്സും അതെ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഇമ്പോർട്ടൻസ് കൊടുത്ത കുട്ടികളുണ്ട് കേട്ടോ, ഇല്ലാന്നല്ല, കൊടുത്തവരുണ്ട്. പക്ഷെ കൊടുക്കാത്തവരുണ്ടായിരുന്നു. കൊടുക്കാത്ത പിള്ളേർക്ക് ഇന്നും അക്ഷരങ്ങളും സ്പെല്ലിങ്ങും കാര്യങ്ങളും ഒന്നും അറിഞ്ഞൂടാ. ഇപ്പൊ 2ാം ക്ലാസ്സിലെ കുട്ടീനെ എടുത്ത് നോക്കിയാലും, ഇപ്പോഴത്തെ നോർമൽ 2ാം ക്ലാസ്സിലെ കുട്ടീനെ എടുത്ത് നോക്കിയാലും, കോവിഡ് സമയത്ത് പാസ്സായി വന്നൊരു 6ലെയോ 5ലെയോ കുട്ടിയെ എടുത്ത് നോക്കിയാലും സെയിം ലെവലാണ് അവര്. ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്നുള്ളൂ. അപ്പൊ എന്താണ്, നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മൾ അതിൽ ഇടപെട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടീനെ നോർമലൈസ്ഡ് ആക്കിയില്ലെങ്കിൽ, ആ കുട്ടി മേ ബി നോർമൽ ലൈനിൽ നിന്ന് ഡീവിയേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, ഡീവിയേറ്റ് ചെയ്ത് പോവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്കൊരു ഒരു കുട്ടീനെ നല്ല രീതിയിൽ നോർമൽ ചൈൽഡാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ത്രൂ വർക്കിലൂടെ മാത്രമാണ് നോർമൽ ചൈൽഡാക്കി മാറ്റാം. ത്രൂ വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ മൂവ്മെന്റ്സ് ആവാം, ടീച്ചിങ് ആവാം, എല്ലാ കാര്യങ്ങളും ത്രൂ വർക്ക് ആക്ടിവിറ്റീസ് ആവാം. ഇപ്പൊ നമുക്ക് ആൽഫബറ്റ്സ്, കുഞ്ഞു കുട്ടികളെ നമ്മൾ ആൽഫബറ്റ്സ് എങ്ങനെ പഠിപ്പിക്കുന്നത്, നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ആണ്. സാൻഡ് പേപ്പറിലൂടെ ടച്ച് ചെയ്ത് അവര് കൈ പിടിച്ച് പെന്ന് പിടിച്ച് എഴുതുന്നതിന് മുമ്പ് തന്നെ ടച്ച് ചെയ്ത് അവർ സെൻസ് ചെയ്യാണ് എങ്ങനെയാണ് അക്ഷരങ്ങളുടെ ഷേപ്പ് പോകുന്നത്, എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പോകുന്നത്, അത് ഫീൽ ചെയ്യാണ്, അത് എക്സ്പീരിയൻസ് ചെയ്യാണ്. ദെൻ അവര് പിന്നീട് അവര് എഴുതാൻ തുടങ്ങുന്നു. അവർ ഓട്ടോമാറ്റിക്കലി എഴുതി തുടങ്ങും. നമ്മൾ കൈ പിടിച്ച് മുറുക്കി പിടിച്ചൊന്നും എഴുതിപ്പിക്കണ്ട, ഓട്ടോമാറ്റിക്കലി അവർ എന്ത് ചെയ്തോളും, എഴുതിക്കോളും. അപ്പൊ മാൻ ഒരു പെർഫെക്റ്റ് ബീങ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. ത്രൂ വർക്കിലൂടെ മാത്രമാണ് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ചൈൽഡിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബിൽഡ് ചെയ്തെടുക്കാൻ. കൈപിടിച്ച് ചെയ്യുന്ന മെത്തേഡ് ഇല്ല മാം. നമ്മൾ ഞാൻ ട്രെയിനിങ്ങിന് പോയ സ്കൂളൊക്കെ അവർ പ്രത്യേകം പറഞ്ഞു, അവർക്ക് കാണിച്ചു കൊടുത്താൽ മതി, കൈ പിടിച്ചിട്ട് എഴുതി ഹെൽപ്പ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ശരിയാണ്, ഇപ്പൊ മിക്കയിടത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാലും ചെറിയ സ്കൂളുകളിലല്ല, പാരന്റ്സ് ആണ് കൈപിടിച്ച് എഴുതിപ്പിക്കുന്നത്. ടീച്ചർമാർക്ക് കുറച്ചും കൂടി അറിവുണ്ട്. നമ്മള് പാരന്റ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തവരില്ലേ കുട്ടിനെ കൈ പിടിച്ച് നിർബന്ധിച്ച് എഴുതിപ്പിച്ചവര് ചെറുപ്പത്തിലൊക്കെ ഇല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ നിർബന്ധിച്ച് എഴുതിപ്പിക്കണ്ട. കാരണം അവരത് എക്സ്പീരിയൻസ് ചെയ്യണം. അവരത് ആദ്യത്തെ സമയത്തൊക്കെ ഡ്രോ ചെയ്യാണ് അവര്, അക്ഷരങ്ങൾ എന്താണെന്ന് അറിയാണ്ട്. ചിലപ്പോൾ സൗണ്ട്സ്, ഇപ്പൊ കൂടുതലായിട്ട് സൗണ്ട്സ് ഒക്കെ പഠിപ്പിക്കുന്നത്, എന്നാൽ പോലും അക്ഷരങ്ങൾ എന്താണെന്ന് അറിയാണ്ട് അവർ വരച്ചാണ് വെക്കുന്നത്. വരച്ചു വെക്കട്ടെ, അവര് തന്നെ ഡ്രോ ചെയ്യട്ടെ, അവരെ അക്ഷരങ്ങൾ അവരെ എഴുതട്ടെ. അക്ഷരങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം അവര് അതിന് സൗണ്ട് പഠിക്കും. സൗണ്ട് പഠിച്ച് then അവർ സ്വയമേ, സൗണ്ട് എന്ന് പറയുമ്പോൾ ഫോണിറ്റിക്സ് പഠിക്കും. അത് കഴിഞ്ഞ് അവർ സ്വയമേ എന്താണ് അത് റീഡ് ചെയ്യാൻ തുടങ്ങും. അവർ ലേൺ ചെയ്തിട്ട് ഓട്ടോ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാം. അവർ സ്വന്തമായിട്ട് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിക്കാനായിട്ട് ശ്രമിക്കാം. അത് കുറച്ച് നല്ലതാണ്. നമ്മൾ എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്ത്, പാരന്റ്സും അതെ, എല്ലാ ടീച്ചേഴ്സും അല്ല, ടീച്ചേഴ്സും അതെ, ഒരു പരിധി വരെ കുട്ടികളെ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എഴുതി കൊടുക്കും. ഇന്നും കുറെ എന്താ പറയാ, ഇന്നും ചില പാരന്റ്സ് ഉണ്ട് ഹോംവർക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് കുട്ടി ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ എന്തോ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നടന്നില്ല എന്നുള്ള പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അയ്യോ ഒരു ഹോംവർക്ക് എഴുതിയല്ലോ എന്ന് പറഞ്ഞാൽ അമ്മ എന്ത് ചെയ്യും, ഹോംവർക്ക് എഴുതി കൊടുക്കും. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. കുട്ടികളെ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. അവരെ വർക്കിലൂടെ റിപ്പീറ്റ്ലി അവർ ആ വർക്ക് ചെയ്യുന്നതിലൂടെ മാത്രമാണ് അവർ എന്തായി മാറുന്നത്, പെർഫെക്റ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ വേറെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം മോണ്ടിസോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി. അത് പഠിച്ചില്ലേ മെന്റൽ ഹെൽത്തിലാണോ സൈക്കോളജിയിലായിരുന്നോ പഠിച്ചത്? മെന്റൽ ഹെൽത്തിലല്ലേ? മെന്റൽ ഹെൽത്തില്. ഓക്കെ. സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി. ഒരു ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുക. അപ്പൊ നമ്മളുടെ മൈൻഡും ബോഡിയും ഒരുമിച്ചിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എപ്പോഴും നമ്മുടെ മനസ്സ് ശരീരം ഒരു സ്ഥലത്താവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മളിപ്പോ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് പോവാണ്, ചിന്തിച്ച് പോവാണെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കണം നമ്മൾ ഡീവിയേറ്റഡ് ആവാണ്. ഇപ്പൊ ചിലപ്പോ മോഡൽ എക്സാം വന്ന സമയത്ത് പഠിക്കുകയായിരിക്കും നിങ്ങൾ, അല്ലെ?
ടേം എക്സാം വന്ന സമയത്ത് പഠിക്കായിരിക്കും, പെട്ടെന്നായിരിക്കും അടുക്കളയിൽ എന്തെങ്കിലും കാര്യം ആലോചിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ഡീവിയേറ്റ് ചെയ്ത് പോയി. അപ്പൊ നമുക്ക് ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ടോ, ഒത്തിരി നേരം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മുടെ മൈൻഡും ബോഡിയും ഒരു സ്ഥലത്ത് തന്നെ ആവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സൗണ്ട് മൈൻഡ്, ഒരു ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമാണ് ആരോഗ്യമുള്ള മനസ്സുള്ളത് പോലെ തന്നെ എപ്പോഴും സൗണ്ടും ബോഡിയും ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാൻ നോക്കണം. ഒരു കുട്ടീനെ സംബന്ധിച്ച്, ഒരു ഗ്രോയിങ് ചൈൽഡിനെ സംബന്ധിച്ച് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഫിസിക്കൽ എനർജി, നമ്മുടെ ബോഡി മസ്കുലാർ എനർജിനെയാണ് ഒന്ന്. പിന്നെ ഒന്ന് മെന്റൽ എനർജിയാണ്. ഇത് രണ്ടും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് നല്ല രീതിയിൽ ആ കുട്ടീനെ നമുക്ക് നോർമൽ ചൈൽഡ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഫിസിക്കൽ എനർജിയും മെന്റൽ എനർജിയും ഒരുമിച്ച് വേണം വർക്ക് ചെയ്യാൻ. എന്നാൽ മാത്രമേ അവർ നല്ലൊരു ചൈൽഡ് ആക്കി നമുക്ക് മാറ്റാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ ഓക്കെ അതൊന്ന് വായിക്കും അടുത്ത പാരഗ്രാഫ്. Yes, ma'am, I can. According to Montessori, in a growing child, there are 2 streams of the body, especially the muscular energy expended in the voluntary movement. Second is the mental energy of intelligence and will. These 2 aspects of the personality, mind and body should never become divorced. Instead, these 2 should work in unison, otherwise the child will be deviated. ഓക്കെ കേട്ടോ. നോർമലൈസേഷൻ ഇവര് നമ്മള് എന്താ ഉദ്ദേശിക്കുന്നത് ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്, റീഡ് ചെയ്തപ്പോ കാര്യങ്ങൾ മനസ്സിലായി. നോർമലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയിൽ വരുന്ന ഒരു ഫണ്ടമെന്റൽ ചേഞ്ചിനെയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് ആ കുട്ടി വരുമ്പോൾ മേ ബി ഡീവിയേറ്റഡ് ചൈൽഡ് ആവാം. അവര് ആ കുട്ടീനെ നമ്മൾ നോർമൽ ചൈൽഡ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്? ത്രൂ വർക്കിലൂടെ, റിപ്പീറ്റ് നമ്മൾ വർക്ക് ചെയ്യിക്കുന്നതിലൂടെ നമ്മൾ അവരെ നോർമൽ ചൈൽഡ് ആക്കി മാറ്റുന്നു. നോർമൽ ചൈൽഡ് ആക്കി മാറ്റുമ്പോൾ അവരിൽ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ മോണ്ടിസോറി ഡിസ്കവർ ചെയ്തു, നമ്മുടെ കാശാദിബാബിനിയില് കുട്ടികളിൽ കണ്ട ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സുകൾ അല്ലെങ്കിൽ ഒരുപാട് ഡിസ്കവറീസ് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ക്യാരക്ടർ ഈ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യും. നോർമലൈസേഷന്റെ ഭാഗമായിട്ട് കുട്ടിയിൽ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്നതാണ് മോണ്ടിസോറി പറയുന്നത്. അത് മാത്രമല്ല, ഇനി എന്താണ് നമുക്കൊന്ന് ഡീവിയേഷൻ കൂടി നോക്കാം. ആ സാധാരണ നോർമൽ ലൈൻ ഓഫ് വർക്കിങ്ങിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയെയാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ നോർമൽ വർക്കിങ്ങിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയെയാണ് എന്താ പറയുന്നത്? ഡീവിയേഷൻ എന്ന് പറയുന്നത്. മേ ബി കുട്ടി ചിലപ്പോൾ ക്ലാസ്സിൽ ഉണ്ടാവും, നമ്മളടുത്ത് സംസാരിക്കുന്നുണ്ട്, ഓക്കെയാണ്, പക്ഷെ അവന്റെ മൈൻഡ് ചിലപ്പോൾ ഡീവിയേറ്റഡ് ആയിരിക്കും. അത് നമ്മൾ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. സാധാരണയായിട്ട് ഞാൻ നോർമൽ ചൈൽഡ് ആണോ ഡീവിയേറ്റഡ് ചൈൽഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് ഡ്രോ ചെയ്യിക്കും. കാരണം ഡ്രോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഹാൻഡും ഐയും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്താൽ മാത്രമാണ് കേട്ടോ, ഹാൻഡും ഐയും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്താൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് ആയിട്ട് അവർക്ക് ഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഐ ഹാൻഡ് കോർഡിനേഷൻ പ്രോപ്പർ ആയിരിക്കണം. ഇനി ഐ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ പ്രോപ്പർ അല്ല, അവർ ഡ്രോ ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസ്യൂം ചെയ്യാൻ പറ്റും ഹീസ് ഡീവിയേറ്റഡ് ചൈൽഡ്, അതൊരു ഡീവിയേറ്റഡ് ചൈൽഡ് ആണ്. ദെൻ നമ്മൾ വീണ്ടും വർക്ക് ചെയ്യിക്കാം, റിപ്പീറ്റ്ലി അവനെ കൊണ്ട് വർക്ക് ചെയ്യിക്കുന്നതിലൂടെ മാത്രമാണ് നമുക്ക് അവനെ നോർമൽ ചൈൽഡ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം, പിന്നീട് നോക്കാം എന്താണ് ഡീവിയേഷൻ ഉള്ളത്. ഇനി നമുക്ക് നോർമൽ ചൈൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് ഒരു കുട്ടി വന്നു, ആ കുട്ടി ഡീവിയേറ്റഡ് ചൈൽഡ് ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരെ റിപ്പീറ്റ്ലി വർക്ക് ചെയ്യുന്നതിലൂടെ അവരെ നമ്മൾ എന്ത് ചെയ്താൽ എന്ത് കുട്ടിയാക്കി മാറ്റി, എന്ത് ചൈൽഡാക്കി മാറ്റി? നോർമൽ ചൈൽഡാക്കി മാറ്റി. റിപ്പീറ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ നോർമൽ ചൈൽഡ് ആക്കി മാറ്റുന്നത്. നിങ്ങൾ വിചാരിക്കും ആ കുട്ടി വരുമ്പോൾ തന്നെ നോർമൽ ചൈൽഡ് ആക്കാന്ന്. അങ്ങനെയല്ല കേട്ടാ, ചിലപ്പോൾ 1 മാസമായിരിക്കും, ചില കുട്ടികൾ 1 മാസം മതിയാവും ആ നോർമൽ നമ്മുടെ ബാക്കിയുള്ള കുട്ടികളെ പോലെ ആക്ടിവിറ്റീസ് ചെയ്തോടും. ചിലപ്പോൾ 3 മാസം വേണ്ടി വരും, ചിലപ്പോൾ അത് 4-5 മാസത്തോളം നീളാറുണ്ട്, അതിൽ കൂടുതൽ പോവാറില്ല. അപ്പൊ നമ്മൾ റിപ്പീറ്റ്ലി അവനെ കൊണ്ട് വർക്ക് ചെയ്യിക്കുന്നതിലൂടെ അവനെ ആരായിട്ട് മാറും? നോർമൽ ചൈൽഡ് ആയിട്ട് മാറും. ഇനി സാധാരണയായിട്ട് നോർമൽ ചൈൽഡ് ആയിട്ടുള്ള കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. ആദ്യം പറയുന്നത് ലവ് ഓഫ് ഓർഡർ ആണ്. എന്താണ് ലവ് ഓഫ് ഓർഡർ?
മോണ്ടിസോറി ക്ലാസ് റൂമുകൾ ഞാൻ ലാസ്റ്റ് ക്ലാസ്സുകളിൽ ഇമേജ് ഒക്കെ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ ഒരു പ്രത്യേകതയാണ് ആ മെറ്റീരിയൽസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ബ്രൗൺ സ്റ്റെയർ ആരോമാർക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ആരോമാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആ പോയിന്റർ? ഓക്കെ, ഇത് ബ്രൗൺ സ്റ്റെയർ ആണ്. ബ്രൗൺ സ്റ്റെയർ കറക്റ്റ് പ്ലേസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് റെഡ് നമ്പർ റോഡാണ്. റെഡ് നമ്പർ റോഡ് അത് കറക്റ്റ് പ്ലേസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നോബിൾ സിലിണ്ടേഴ്സ്, ഇത് ബൈനോമിയൽ ക്യൂബ്, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഈ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആര് തന്നെയാണ്? കുട്ടികൾ തന്നെയാണ്. നമ്മൾ ടീച്ചേഴ്സ് അല്ല, അല്ലെങ്കിൽ നമ്മൾ ട്രെയിനേഴ്സ് അല്ലെങ്കിൽ മെന്റേഴ്സ് അല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് ആര് തന്നെയാണ് ചെയ്യുന്നത്? കുട്ടികൾ തന്നെയാണ്. ചിലപ്പോൾ ആദ്യം ഒരു കുട്ടി നമ്മുടെ ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അവന് ചിലപ്പോൾ അവൻ യൂസ് ചെയ്ത മെറ്റീരിയൽ അവരുടെ ടേബിൾ ഇട്ടുകൊണ്ട് പോവാം. അത് നോർമലാണ്. ആദ്യത്തെ ദിവസങ്ങളിൽ അങ്ങനെ സംഭവിക്കും. പിന്നീട് അവൻ കാണാണ്, ഡെയിലി അവൻ കാണാണ് ഓരോ കുട്ടികളും അവർ വർക്ക് ചെയ്തതിന് ശേഷം ആ മെറ്റീരിയൽ കറക്റ്റ് ആയിട്ട് പ്ലേസിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ക്ലാസ് റൂമിൽ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് അവന് മനസ്സിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ അതിനോട്ട് ട്രെയിൻ ആവും. അവനും എന്ത് ചെയ്യും? അവന്റെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ആ മെറ്റീരിയൽസ് തിരിച്ച് റീപ്ലേസ് ചെയ്യും. എവിടെ? അതിന്റെ പ്ലേസിൽ തന്നെ കറക്റ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യും. ഇതാണ് ലവ് ഓഫ് ഓർഡർ. ഇത് നമ്മള് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് മോണ്ടിസോറി ഈ ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്ന ഡിസ്കവറി കണ്ടെത്തിയത്. അതേപോലെ തന്നെ ഈ മെറ്റീരിയൽസ് തിരിച്ച് ആ ടീച്ചർ റീപ്ലേസ് ചെയ്യുന്ന കുട്ടികൾ നല്ല രീതിയിൽ കാണുന്നുണ്ട്. അപ്പോൾ ടീച്ചറിന്റെ പുറകെ പോകുന്നതായിട്ടും അതിനുശേഷമാണ് നമ്മൾ ഈ ഓപ്പൺ ഷെൽഫുകൾ, കുട്ടികളുടെ ഹൈറ്റ് നിങ്ങൾ നോക്കി, കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഷെൽഫുകൾ എല്ലാം ഉള്ളത്. ഓപ്പൺ ഷെൽഫുകളാണ്. അവർക്ക് കാര്യങ്ങൾ എടുക്കാനും വർക്ക് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് നമ്മൾ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ കുട്ടികൾ അവിടെ വർക്ക് ചെയ്യുന്നു, അത് തിരിച്ച് അവർ എന്ത് ചെയ്യുന്നു, അവരുടെ വർക്ക് കഴിയുമ്പോൾ തിരിച്ചത് അവർ കൊണ്ടുവന്ന് വെക്കുന്നു. ആദ്യത്തെ ദിവസം നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ആദ്യം തന്നെ ഒരു കുട്ടി മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരാണെങ്കിൽ ഈ ഒരു എൻവയോൺമെന്റ് കാണുമ്പോൾ എന്തായാലും കുട്ടിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇല്ലേ? സാധാരണ നോർമൽ ക്ലാസ് റൂമിനേക്കാളും ഒരു അത്യാവശ്യം നമ്മുടെ എൻവയോൺമെന്റ് കുറച്ചും കൂടി എന്താ പറയാ, കുറച്ചും കൂടി എന്താ പറയുക അട്രാക്ഷൻ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ പറയും അങ്ങനെ ഒന്നുമില്ല മിസ്സേ, ഇതേപോലെ തന്നെ എല്ലാ ക്ലാസ് റൂമിലും. അത് എപ്പോ മാറും എന്നറിയാവോ? നിങ്ങള് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വരില്ലേ? പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോ നിങ്ങൾക്ക് ഓരോ മെറ്റീരിയൽസ് നമ്മൾ നേരിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനും മെറ്റീരിയൽസ് ചെയ്ത് നോക്കാനുള്ള അവസരം കിട്ടും. അപ്പൊ നിങ്ങൾക്ക് തോന്നും മിസ് പറഞ്ഞത് കറക്റ്റ് ആണ്, ഈ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ടുപോകണം, അത് അല്ലെങ്കിൽ എനിക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോ ഞാൻ പറഞ്ഞതാണിത്. അപ്പോ ഒരു കുട്ടി ആദ്യം മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ മേ ബി അവന് ആ ഒരു കാര്യം ഉണ്ടാവും, ഈ മെറ്റീരിയൽസ് എനിക്ക് വേണം, എന്റെ വീട്ടിൽ കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഉണ്ടാവും. പിന്നീട് അവന് മനസ്സിലാകും ഇത് ഇവിടത്തതാണ്, നമ്മളെ മോണ്ടിസോറി എൻവയോൺമെന്റിലെ മോണ്ടിസോറി ക്ലാസ് റൂമിലെയാണ്, ഇത് ഇവിടെ വെച്ചാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. എന്നെ പോലെ തന്നെ അവകാശം അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. മറ്റുള്ളവരുടെ റൈറ്റ്സും കാര്യങ്ങളും അവൻ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. അവൻ ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് എന്താവുമ്പോ എന്താ പറയാ, എൻവയോൺമെന്റ് ആയിട്ട് നല്ലൊരു ഹാർമണിയിലേക്ക് എത്തുമ്പോ, നല്ലൊരു ഐക്യത്തോടെ എത്തുമ്പോ ഇവിടുത്തെ ഈ ഒരു ഓർഡർ ഇല്ലേ, അവൻ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ തുടങ്ങും, ബിൽഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അവന് നമ്മൾക്കൊരു സ്ഥലം ഇഷ്ടമാണെന്ന് വിചാരിക്കുക, ഒരു എൻവയോൺമെന്റ് നമുക്ക് ഇഷ്ടമാണ്, നമ്മളവിടെ പെർഫെക്റ്റ് ആക്കാൻ നോക്കും. അതേപോലെ തന്നെ കുട്ടികൾക്ക് ആ ഒരു എൻവയോൺമെന്റ് ഇഷ്ടമായാൽ അതിൻ്റെതായ ഓർഡറിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ ഭയങ്കരമായിട്ട് നിർബന്ധം കാണിക്കും. എന്ന് വെച്ചാല് വീട്ടിലാണെങ്കിൽ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി, മക്കളോട് ഇത് ഇവിടെ വെക്കണോട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തെറ്റിച്ചു വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്താ അവിടെ വെച്ച് ഇവിടെ വെക്കാനല്ലേ പറഞ്ഞിരിക്കുന്നേ എന്ന് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും. നമ്മൾ അവരോട് പറയുമ്പോൾ നമ്മളും അത് ഫോളോ ചെയ്യേണ്ടത് നോക്കണം. കാരണം കുട്ടികളാണ്, അവർ കറക്റ്റ് ഓർഡർ ബിൽഡ് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. നമ്മളങ്ങനെയല്ല, നമ്മള് മുതിർന്നവരാണ്, നമ്മളത് മറന്നു. നമുക്ക് ഓർഡർ തെറ്റിയാലും കുട്ടികൾക്ക് എന്ത് ചെയ്യില്ല, ഓർഡർ തെറ്റില്ല. അവർ ഒരു കറക്റ്റ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. ദാറ്റ് മീൻസ് ഈ ഒരു പ്രിൻസിപ്പിൾ എന്താണ്, ലവ് ഓഫ് ഓർഡർ എന്നുള്ള പ്രിൻസിപ്പിൾ അതാണ് ഉദ്ദേശിക്കുന്നത്. കുട്ടികള് മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികള് മോണ്ടിസോറി ക്ലാസ് റൂമിലെ മെറ്റീരിയൽസും കാര്യങ്ങൾക്കും അതിൻ്റെതായ ഒരു ഓർഡർ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എൻവയോൺമെന്റ് അവർ അത്രയും ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അവരെ ആ ഒരു എൻവയോൺമെന്റിനോട് അവർക്ക് അത്രയും
ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവർ ഈ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒന്ന് റീഡ് ചെയ്തേ. അതിനൊരാള് ഞാൻ വായിക്കാം മാം. Characteristics of normalized children. Love of order. The child discloses an intense love of the environment and a corresponding ambition to conserve the order in it. The acumen is the principle of order. Next one വേണോ? വേണ്ട. നിങ്ങളില്ലേ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ റീഡ് ചെയ്യുമ്പോൾ മീനിങ് എന്താണ് എന്നുള്ളത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഞാൻ പറയുന്നത് ഈ ഡെഫിനിഷനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ മീനിങ് എന്താണെന്നുള്ളതിനാണ് കേട്ടോ. ഓക്കെ, കാര്യം മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ലവ് ഓഫ് ഓർഡർ എന്നാന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്താണ് ലവ് ഓഫ് വർക്ക്. ലവ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാല് നമ്മൾ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു മിനിറ്റ് ഓക്കെ, നമ്മള് ലവ് ഓഫ് വർക്ക് കേട്ടോ. അപ്പൊ നമ്മൾ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ആക്ടിവിറ്റിയും ആവാം. വർക്ക് എന്ന് ഉദ്ദേശിക്കുന്ന എന്ത് ആക്ടിവിറ്റി, ഡ്രോയിങ് ആവാം, മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാവാം, എന്തും ആവാം. ആ കുട്ടിക്ക് അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് വർക്ക് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കുട്ടിയിലെ എന്താണ് പിങ്ക് ടവർ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിങ്ക് ടവർ കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. യെസ് മാം, നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് കൂടി പിങ്ക് ടവർ ഇടാം. ഓക്കെ, ഇതാണ് നമ്മൾ പിങ്ക് ടവർ അല്ലെ. ഡിഫറെന്റ് സൈസിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കറക്റ്റ് ആയിട്ടുള്ള 10 സെന്റിമീറ്ററിന്റെ എടുത്തിരിക്കണം. അപ്പൊ പിങ്ക് ടവർ കുട്ടികൾക്ക് അറേഞ്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നോർമലി ഞാൻ കണ്ടിട്ടുള്ളതിൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു പിങ്ക് ടവർ. കാരണം ആ പിങ്കിൻ കളറും കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പൊ ചില കുട്ടികള് ഈ വർക്ക് റിപ്പീറ്റ്ലി ചെയ്യുന്നതായിട്ട് തോന്നും. വീണ്ടും വീണ്ടും ആ വർക്ക് വീണ്ടും വീണ്ടും ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ദാറ്റ് മീൻസ് ലവ് ഓഫ് വർക്ക്. അവന് ആ വർക്ക് അത്ര ഇഷ്ടമാണ്. നമ്മള് ആ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ മോണ്ടിസോറി മെന്റൽ കോൺസെൻട്രേഷൻ ഡിസ്കവർ ചെയ്തപ്പോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയ സമയത്ത് ആ കുട്ടി നോബൽ സിലിണ്ടേഴ്സ് അല്ലേ, അത് എത്ര ടൈംസ് ചെയ്തു എന്നാ പറഞ്ഞത്? 42 ടൈംസ് ആണ്. റിപ്പീറ്റ്ലി 42 ടൈംസ് ചെയ്തതിന് ശേഷമാണ് അവനത് കംപ്ലീറ്റ് ചെയ്യും. അവനൊരു ഹാപ്പിനെസ്, ജോയ് അവിടെ കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വർക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ലാസ്റ്റ് കംപ്ലീറ്റ് ആവുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടില്ലേ, ഭയങ്കരമായിട്ട് സന്തോഷം കിട്ടില്ലേ? 1 മിനിറ്റ് കേട്ടോ. ഓക്കെ കേട്ടോ. അവർക്ക് ഈ വർക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. നമ്മുടെ മെറ്റീരിയൽസ് അവർക്ക് മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള തിങ്കിങ് അല്ല. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ എൻഡ് റിസൾട്ട് ആണല്ലോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമുക്ക് റിസൾട്ട് എങ്ങനെയെങ്കിലും നമ്മൾ പെർഫെക്റ്റ് ആവണമെന്ന്. പക്ഷെ കുട്ടിക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല. അവർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇഷ്ടപ്പെടുന്നത്, ആ ചെയ്യുന്ന രീതിനെ അവർ ഇഷ്ടപ്പെടുന്നത്. അവര് തെറ്റിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും ചെയ്യും, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അവർ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുള്ളൂ. നമ്മൾ അങ്ങനെയല്ല. നമ്മളെപ്പോഴും ഈ ക്യൂബ്സ് നിങ്ങളാണ് അറേഞ്ച് ചെയ്യണമെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കും ഏതാണ് ലെങ്ത്, ഏതാണ് വിഡ്ത്, കറക്റ്റ് എന്നുള്ള രീതിയിൽ അറേഞ്ച് ഫസ്റ്റ് അത് പെർഫെക്റ്റ് ആക്കാനാണ് നോക്കാറ്. അപ്പൊ ലവ് ഓഫ് വർക്ക് ആണ് കേട്ടോ. വേറൊരു മെറ്റീരിയലും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് മോണ്ടിസോറിയിലുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതിനെ പറയുന്ന പേര് ബൈനോമിയൽ ക്യൂബ് എന്നാണ്. എന്താണ് പറയുന്നത്? ബൈനോമിയൽ ക്യൂബ്. ഈ മെറ്റീരിയൽ എത്ര ചെയ്താലും ഞാൻ തെറ്റിക്കും, എത്ര വട്ടം ചെയ്താലും ഞാൻ തെറ്റിക്കും. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റും, ഞാൻ എത്ര വട്ടം ചെയ്താലും തെറ്റും. പക്ഷെ ഞാൻ വെറുതെ ഇരുന്ന് ചെയ്ത് നോക്കുമ്പോഴേക്കും എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പക്ഷെ ഡെമോ ക്ലാസ് കൊടുക്കണമല്ലോ, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് കൊടുക്കേണ്ട ആ സമയമില്ലേ, കറക്റ്റ് സമയത്ത് ഈ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പില്ലേ അപ്പൊ തെറ്റും. എന്നുവെച്ചാല് എന്താ പറയാ,
അപ്പൊ തെറ്റിപ്പോവും. ഈ ബൈനോമിയൽ ക്യൂബ് എന്ന് പറയുന്നത് നമുക്ക് കുട്ടികളില് എന്താ പറയാ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് പഠിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ ആരും മാത്സ് പഠിച്ചിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? BScയോ അല്ലെങ്കിൽ സയൻസ് ഗ്രൂപ്പിൽ നിന്നൊരു ഉണ്ടോ ആരെങ്കിലും സയൻസ് ഗ്രൂപ്പ് ആര് ഉണ്ട്? ഇല്ല. No, ma'am. ആരുമില്ലേ? നിങ്ങളാരും സയൻസ് അല്ലേ? ഞാനല്ല മാം, കൊമേഴ്സ് ആണ്. ഞാൻ സയൻസ് ആയിരുന്നു മാം. ആയിരുന്നു. എടാ A+B² എങ്ങനെയാ പറയുന്നേ? ഓർമ്മയില്ല. A+B ഇക്കൊക്കെ ഫുള്ളാക്കാനാണ് മാം. നല്ല കുട്ടിയാണ്. ഞാൻ മാത്സ് ടീച്ചർ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ബട്ട് നമുക്ക് ഈ ഒരു A+B² എന്നുള്ളത് നമുക്ക് ഈ ഒരു ക്യൂബ് വെച്ച് പഠിപ്പിക്കാൻ പറ്റും കുട്ടികളെ. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ഇത് ബൈനോമിയൽ ക്യൂബ് ആണ്. 2 സെറ്റ് ക്യൂബുകളാണ് വരുന്നത്. A+B² എന്നുള്ളതില് 2 ക്യൂബുകളാണ് വരുന്നത്. കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യണം. കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഇത് അറേഞ്ച് ചെയ്ത് നോക്കും. ഡിഫറെന്റ് ഷേപ്സ് ആണ്. ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം കയ്യിൽ പോകും. അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ഞങ്ങൾക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ തോന്നും. പക്ഷെ പറ്റില്ല. ഞാൻ എത്ര വട്ടം ചെയ്താലും ഞാൻ തെറ്റിക്കുന്നതാ. അതുകൊണ്ട് എക്സ്പീരിയൻസ് എന്ന് പറയാണ്. ഇത് മിക്സ് ചെയ്തായിരിക്കും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇതിങ്ങനെ തന്നെ കൊടുക്കുകയല്ല, മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അവര് വർക്ക് ചെയ്ത് റിപ്പീറ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാനത് ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റ് ആക്കുന്ന വരെ എനിക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതെങ്ങനെയെങ്കിലും പെർഫെക്റ്റ് ആക്കിയാലേ ആ ബോക്സിൽ ഫിറ്റ് ആവുള്ളൂ. അത് വേറൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആക്കി കറക്റ്റ് ഫിറ്റ് ആയാൽ മാത്രമേ ബോക്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മളത് ബൈനോമിയൽ ക്യൂബ് അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യും. ആ വർക്ക് വീണ്ടും വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും. ജസ്റ്റ് അത് വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും. അപ്പൊ ആ ഒരു ഇൻട്രസ്റ്റ് കുട്ടികളിൽ കാണാം. ആ ലവ് ഓഫ് വർക്ക്. കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർക്ക് ആ വർക്ക് ഇപ്പൊ നമ്മൾ മറ്റേ റുബിക്സ് ക്യൂബ് ഒക്കെ ചെയ്യില്ലേ, അത് കുട്ടികൾക്ക് ഇഷ്ടമാണ് അല്ലെ? സെയിം കളർ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്. ഇത് സെയിം ലെവല് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അപ്പൊ അവർ വെച്ച് വീണ്ടും എടുത്ത് വെച്ച് വീണ്ടും അതെല്ലാം തോന്നുമ്പോൾ വീണ്ടും എടുത്ത് വെച്ച് അവർ ആ വർക്കിന് ഇഷ്ടപ്പെടും. അത് കറക്റ്റ് ആക്കാൻ വരെ അവരിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ്സ് ലവ് ഓഫ് വർക്ക്. നമുക്ക് ഈ വർക്കിനോട് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും. നമുക്ക് മെറ്റീരിയൽസിന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് തോന്നും ഈ മെറ്റീരിയൽസ് കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നു എന്നൊക്കെ തോന്നും. ലവ് ഓഫ് വർക്ക് എന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മെറ്റീരിയൽസിനോട് ഇത്ര ഇഷ്ടം തോന്നുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാര് നമ്മള് പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്നതിന് ശേഷം ഈ മെറ്റീരിയൽസ് ചില കുട്ടികൾ സ്വയമേ പ്രിപ്പയർ ചെയ്തിട്ട് കാഴ്ച തരും. കാരണം അവർക്ക് അത്രയും ഇഷ്ടമായ മെറ്റീരിയൽസ്. ഇപ്പൊ ചില കുട്ടികൾ ബീഡ്സ് ആയിരിക്കും. ബീഡ്സ് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി മിസ്സേ, അതുകൊണ്ട് ഞാൻ ബീഡ്സ് പ്രിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു കുട്ടി ചെയ്തെന്ന് വെച്ചാല് മാത്തമാറ്റിക്കൽ ഏരിയ ഉണ്ട്. മാത്തമാറ്റിക്കൽ ഏരിയയില് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഈ ബോർഡുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇത് ഓരോന്നും നമ്മളൊരു ബോർഡ് യൂസ് ചെയ്ത് നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കും. അപ്പൊ ഈ മെറ്റീരിയൽസ് ഇവിടെ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്നപ്പോഴും നമ്മൾ ലൈവ് പ്രാക്ടിക്കൽ കൊടുത്തപ്പോഴും ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മാത്തമാറ്റിക്കൽ ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ട് ആ കുട്ടി സ്വന്തമായിട്ട് ഇത് പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് വൈവയുടെ സമയത്ത് പ്രസന്റ് ചെയ്ത് കാണിച്ചു. പക്ഷേ ഞാൻ അവിടെ വന്നതിന് ശേഷം എനിക്ക് ഈ മെറ്റീരിയൽസ് ഒക്കെ ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തു, ഇത് യൂസ് ചെയ്ത് ഇപ്പൊ മകൻ ചെയ്യുന്നുണ്ട് എന്ന് പറയും. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഭയങ്കര ഇഷ്ടമായിരിക്കും. നമുക്ക് ആ ഒരു മെറ്റീരിയലിനോട് ഭയങ്കരമായിട്ട് പ്രത്യേക ഇഷ്ടമായിരിക്കും നമുക്ക് മുതിർന്നവർക്ക്. അപ്പൊ നമുക്ക് ആലോചിക്കും കുട്ടികളുടെ കാര്യം. അവർ ഓട്ടോമാറ്റിക്കലി അവരുടെ എന്താ പറയാ ഐ ഹാൻഡ് കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാനും ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും അവർക്ക് ഈ മെറ്റീരിയൽസിനോട് പ്രത്യേകമായിട്ടൊരു ഇഷ്ടം ഉണ്ടാവും. ദാറ്റ്സ് ലവ് ഓഫ് വർക്ക്. അവർ ചെയ്യുന്ന വർക്ക് എന്ത് ആക്ടിവിറ്റി ആയിക്കോട്ടെ അവർ ആ ചെയ്യുന്നത് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ആ ഒരു പേഴ്സണാലിറ്റി സെൽഫ് എക്സ്പ്രഷനും പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഈ വർക്ക് അവരെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ ചെറിയ വീഡിയോ എന്തെങ്കിലും പ്ലേ ചെയ്ത് കാണിച്ചു തരുമോ? ബൈനോമിയൽ ക്യൂബിന്റെ ആണോ? ബൈനോമിയൽ ക്യൂബിന്റെ വീഡിയോ നോക്കണം. ഇതെന്തോ ഇതാണോ അനിമേഷൻ പോലത്തെ വീഡിയോ ആണോ? കുഴപ്പമില്ലല്ലോ. ഇല്ല കുഴപ്പമില്ല.
അതിങ്ങനെ കാണിക്കുന്നതുകൊണ്ട് എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നതാണ് കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മാം അതിൽ ബ്ലൂ കളർ ക്യൂബ്സേ ഉണ്ടാവുള്ളൂ, ബാക്കി റെഡും ബ്ലാക്കും ആണോ മെയിൻ ആയിട്ട് ഉണ്ടാവുക? റെഡ് ബ്ലാക്ക് ഉണ്ട് കേട്ടോ. ബ്ലൂ റെഡ് ബ്ലാക്ക് അത് സൈഡ് അനുസരിച്ച് മാറുന്നുണ്ട്. ഓക്കേടാ, ഇത് നമുക്ക് പ്രാക്ടിക്കൽ സമയമാകുമ്പോ എന്തായാലും ഫുൾ ആയിട്ട് കാണിച്ചു തരും കേട്ടോ എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞോന്നുള്ളൂ. ലവ് ഓഫ് വർക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് പിള്ളേരുടെ മുമ്പിലൊക്കെ പ്രസന്റ് ചെയ്യാൻ കുറച്ച് പേടിയുള്ള ഒരു മെറ്റീരിയലാണ് ഏത് ബൈലോമിയൽ ക്യൂബ്. ഇടയ്ക്ക് തെറ്റിപ്പോവാറുണ്ട്, കറക്റ്റ് ടൈം നോക്കിയിട്ട് തെറ്റിക്കും. അത് നമ്മള് മിക്സപ്പ് ചെയ്ത് തരൂലേ, ഇതിപ്പോ ആ ഓർഡറിൽ നമ്മൾ പുറത്തേക്ക് എടുത്ത് കറക്റ്റ് ആയിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാല് എല്ലാ ഷേപ്സും എല്ലാ ക്യൂബുകളാണല്ലോ, കറക്റ്റ് ആയിട്ട് നമുക്കത് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ റിപ്പീറ്റ്ലി അത് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നല്ല രീതിയിൽ റിപ്പീറ്റ്ലി അത് ചെയ്യുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾക്ക് നമ്മൾ കണ്ടുവരുന്ന ഒരു മെയിൻ ക്യാരക്ടറാണ് സ്പോണ്ടേനിയസ് സെൽഫ് കോൺസെൻട്രേഷൻ. മോണ്ടിസോറിയുടെ മെന്റൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു ഡിസ്കവറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഒത്തിരി നേരം മറ്റൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള ആ ഒരു കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ ആ ഒരു ആക്ടിവിറ്റിയിൽ മാത്രം ആ ഒരു ശ്രദ്ധ, ആ ഒരു കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ആക്ടിവിറ്റിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പവർ നമുക്ക് ത്രൂ വർക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്യൂർ ചെയ്യാൻ പറ്റും. ത്രൂ റിപ്പീറ്റ്ലി നമ്മൾ ആ വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് മെന്റൽ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യാൻ പറ്റും? അക്യൂർ ചെയ്യാനായിട്ട് പറ്റും. മെന്റൽ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിനെ ഫുള്ളായിട്ട് ഒറ്റപ്പെടുത്തി അവൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു മീനിങ് അല്ല. അവൻ അവിടെ ചെയ്യുന്ന വെച്ചാൽ അവന്റെ മൈൻഡിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവന്റെ മനസ്സിനെ അവൻ എന്ത് ചെയ്യുന്നു? കോൺസെൻട്രേറ്റ് ചെയ്തു. ആ വർക്ക് അവൻ അത് എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ചെയ്യുന്നു. ആ വർക്ക് അവൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു. ആ വർക്ക് അവൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ മൈൻഡിനെ, ആ ലോൺലിനെസ് അല്ലെങ്കിൽ ഐസൊലേഷൻ ഉദ്ദേശിക്കുന്നത് അവരുടെ മൈൻഡിനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഐസൊലേറ്റ് ചെയ്യുന്നത്. ആ മൈൻഡ് ഐസൊലേറ്റ് ചെയ്യുന്നതിലൂടെ അവർ ആ വർക്ക് എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. മോണ്ടിസോറി അല്ലെങ്കിൽ നോർമലൈസ്ഡ് ചൈൽഡിന്റെ മറ്റൊരു ക്യാരക്ടറാണ് എന്ത്? സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ, പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ. അതിനുള്ള റീഡ് ചെയ്യോ? Okay, ma'am. Profound spontaneous concentration. This concentration, which is so complete, often lonely the child from his environment. ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് കുട്ടികളെ ലോൺലി ഫ്രം ദ ഇസ് എൻവയോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ മനസ്സിനെയാണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ അവനെ മാത്രമായിട്ട് മാറ്റി നിർത്തി അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്ത് അവരോട് കോൺസെൻട്രേറ്റ് ചെയ്ത് എന്നല്ല പറയുന്നത്. നമ്മൾ എന്താണ് അവരുടെ മനസ്സിനെ, അവരുടെ മൈൻഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐസൊലേറ്റ് ചെയ്യുന്നത്. മനസ്സിനെയാണ് അവരെ എന്ത് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഭാവിയിൽ ഒരുപാട് നേരം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെയിം വർക്ക് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. പെർഫെക്റ്റ് ആയിട്ട് ആ വർക്ക് ചെയ്യാനൊക്കെ പറ്റും. വർക്കായാലും പഠിക്കുന്ന കാര്യങ്ങളായാലും ഒരുപാട് നേരം മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും കൂടാതെ ആ വർക്കിൽ എൻഗേജ് ചെയ്യാനായിട്ട് ഈ കുട്ടികൾക്ക് പറ്റും എന്നാണ് മോണ്ടിസോറി പറയുന്നത്. ഇനി അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി. മോണ്ടിസോറി എൻവയോൺമെന്റ് ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റി ആയിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആണ്. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് അല്ലെങ്കിൽ മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ ഫ്രീഡം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഫുൾ ഫ്രീഡം ക്ലാസ് റൂമിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു കുട്ടിക്ക് ക്ലാസ് റൂമിൽ ബോറടിച്ചു അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി വരാന്തയിലൂടെ നടക്കണം എന്നുണ്ടെങ്കിൽ അവർ ടീച്ചറിന്റെ പെർമിഷൻ വാങ്ങിക്കണം എന്നില്ല. അങ്ങനെ വരാന്തയിലേക്ക് പോവാം. കുറച്ച് ടൈം വേണമെങ്കിൽ ഗാർഡനിൽ പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാർഡനിൽ പോയിരിക്കാം. ആ ഗാർഡനിൽ ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഫുൾ ഫ്രീഡം നമ്മൾ എന്തോ കൊടുക്കുന്നുണ്ട്? മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അവർ എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഫുൾ ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിലൂടെ കുട്ടികൾ റിയാലിറ്റി ആയിട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ വേൾഡ് ആയിട്ട് കുറച്ചും കൂടി മിങ്കിൾ ആവും അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ആവും. എന്ന് വെച്ചാല് നമ്മൾ മോണ്ടിസോറിയില് ഇപ്പൊ ഒരു എന്താ പറയാ
മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് റിയൽ എൻവയോൺമെന്റിന് തന്നെ ഒരു മിനിയേച്ചർ ആണ്. റിയൽ എൻവയോൺമെന്റിൽ അവൻ എന്താണോ ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് നമ്മൾ ട്രെയിനിങ് അല്ലെങ്കിൽ മെറ്റീരിയൽസിലൂടെ അവനെ എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങളോട് ഞാൻ ഫ്രെയിമിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും, പറഞ്ഞിട്ടില്ല? ഏത് ഫ്രെയിം ഫ്രെയിം അതൊക്കെയാണോ? ചെയ്ത് കഴിഞ്ഞതാ. ഫ്രെയിം ആണോ? ഫ്രെയിംസ് പറഞ്ഞിട്ടുണ്ടോ? ഫ്രെയിമുകള് ഇതേപോലത്തെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ആക്ടിവിറ്റി ചെയ്തതാ. അത് ഫസ്റ്റ് തന്നെ ആക്ടിവിറ്റി ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് തന്ന ആക്ടിവിറ്റിയാണ് ചെയ്തു അത്. ആ ഓക്കെ, ഇത് ലേസ് ഫ്രെയിം ആണ്. അപ്പൊ ചില കുട്ടികൾക്ക് ലേസ്, ഷൂ ലേസ് പോലും പ്രോപ്പർ ആയിട്ട് കെട്ടാനായിട്ട് അറിഞ്ഞിടായിരിക്കും. അപ്പൊ അവർക്ക് ഇത് ഈ മെറ്റീരിയൽ യൂസ് ചെയ്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അവരെ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുകയാണ്. അപ്പം സ്വയമേ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഷൂ ലേസ് എന്ത് ചെയ്യാൻ പറ്റും, കെട്ടാനൊക്കെ പറ്റും. കാരണം അല്ലെങ്കിൽ വീട്ടിൽ ഇപ്പം എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പാരന്റ്സ് ആയിരിക്കും ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും, നമ്മള് കുട്ടികളെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ആ സമയത്ത് നമ്മൾ കുട്ടികളെ കൂടുതലായിട്ട് ഇതേപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നതിലൂടെ കുട്ടികള് നോർമൽ അല്ലെങ്കിൽ അവർക്ക് ഈ എന്താ പറയാ ഈ ക്വാളിറ്റീസ് എങ്ങനെയാണ് ഷൂ ലേസ് കിട്ടുന്നത്. ഇത് ലേസിന്റെ ഫ്രെയിം ആണ്. ഇത് മാത്രമല്ല കേട്ടോ, ചില കുട്ടികളുണ്ട് ഒരു 5th അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു 5-6 വയസ്സ് കഴിഞ്ഞാൽ, 5-6 ഒരു 2nd or 3rd സ്റ്റാൻഡേർഡിലായാൽ പോലും പ്രോപ്പർ ആയിട്ട് ബട്ടൺസ് ഇടാൻ അറിയാത്ത എന്തോരം കുട്ടികളുണ്ടെന്ന് അറിയാമോ? ചിലപ്പോൾ അവർക്ക് വീട്ടിൽ വെച്ചിട്ട് പാരന്റ്സ് ആയിരിക്കും ഇട്ട് കൊടുക്കുന്നത്, പക്ഷെ ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോൾ ചില കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് അവരെ കൊണ്ട് തന്നെ സ്വയമേ അത് എന്ത് ചെയ്യാൻ നോക്കണം, ഇടിയിപ്പിക്കണം. കാരണം അല്ലാണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുകയല്ല വേണ്ടത്. നമുക്ക് KG സെഷനിലെ കുട്ടികളാണ്, എന്നാലും നമ്മളത് അവർക്കത് ചെയ്തു കൊടുക്കുകയല്ല വേണ്ടത്, അവരെ കൊണ്ട് തന്നെ സ്വയമേ ചെയ്യിക്കണം. എന്നാലാണ് അവർക്ക് അവരുടെ സ്വന്തം പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോ ഇൻഡിപെൻഡന്റ് ആക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പൊ ഈ ബട്ടണിങ് ഫ്രെയിംസ്, ലേസ് ഫ്രെയിം, അതേപോലെ വെൽക്രോ ഫ്രെയിം, ബക്കിള്, ബെൽറ്റ്, പിന്നെ സിബ് ഫ്രെയിം, ഒത്തിരി ഫ്രെയിംസ് ഉണ്ട്. ഈ ഫ്രെയിംസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികളെ എന്ത് ചെയ്യിക്കാൻ പറ്റും, ട്രെയിൻ ചെയ്യിക്കാനായിട്ട് പറ്റും. ഈ ഫ്രെയിമുകൾ എല്ലാവരും ചെയ്തതാണോ? ഇല്ല മാം, ഫ്രെയിം ഒഴിച്ച് ബാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്, ഫ്രെയിം മാത്രം ചെയ്തിട്ടില്ല. അല്ല, ഫ്രെയിം വേണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് വീട്ടിലുള്ള പഴയ ഷർട്ടൊക്കെ ഇല്ലേ, ഇപ്പൊ ബട്ടർ ഫ്രെയിമിന്റെ കാര്യമാണെങ്കിൽ പഴയ ഷർട്ടിന്റെ ഇങ്ങനെ കോളർ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാല് ഏകദേശം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഒരു ഫ്രെയിം പോലെ കിട്ടും. അപ്പൊ ഫ്രെയിമുകൾ എങ്ങനെയാ ചെയ്യുന്നത്, നിങ്ങൾ അടുത്ത ആക്ടിവിറ്റി ഞാൻ ഫ്രെയിംസ് തരാം. ഓക്കെ, ചെയ്തിട്ടില്ല എല്ലാവരും? കുറെ പേര് ചെയ്തിട്ടുണ്ട് മാം, അവര് പ്രസന്റ് ചെയ്തതാ. ആണോ? നമ്മൾ കൊറേ മുന്നേ ചെയ്ത ആക്ടിവിറ്റിയാ. ഓക്കെ ഓക്കെ, ഇതിന് മുമ്പേ ചെയ്തതാണ് അല്ലെ? ഓക്കെ, ഞാൻ മറന്നുപോയി, ഞാൻ ആക്ടിവിറ്റി നന്നായിരുന്നു തന്നെ മറന്നുപോയി ഫ്രെയിമിന്റെ കാര്യം. അപ്പൊ ഫ്രെയിമുകൾ ഉണ്ട്. എല്ലാ ഫ്രെയിമും ചെയ്തോ? 6 8 ചെയ്തേ? 8 മാം. 8 ചെയ്തിട്ടുണ്ട്. ഓക്കേടാ. അപ്പൊ ആ ആക്ടിവിറ്റിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട, കാരണം കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഫ്രെയിംസ്. അപ്പോ ഇതെങ്ങനെയാണ് അവരെ ട്രെയിൻ ചെയ്യുന്നത് പ്രാക്ടിക്കൽ ലൈഫിൽ, അല്ലെങ്കിൽ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. ബട്ടൺസ് ഇടണം, സിബ് ഇടണം, ഷൂ ലേസ് ഇടണം, പിന്നെ വെൽക്രോ, മേ ബി ഷൂസിലോ ചപ്പലിലോ വെൽക്രോ ഉണ്ടാവും, അത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യണം. പിന്നെന്താണ്, ബക്കിള്, ബാഗിലൊക്കെ ബക്കിൾ ഉണ്ടല്ലോ, ബക്കിള്, ബെൽറ്റ്, പിന്നെ പ്രസ് ബട്ടൺ ഉള്ള ചില ഡ്രസ്സുകളുണ്ട്, പ്രസ് ബട്ടൺ, ഹുക്ക്, ഇതെല്ലാം കുട്ടികള് ഓട്ടോമാറ്റിക്കലി ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ഓരോ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ക്ലാസ് റൂമിൽ ഇതേ മെറ്റീരിയൽസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അവരത് റിപ്പീറ്റ്ലി ചെയ്യാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവർ ട്രെയിൻഡ് ആയി, ആ കാര്യങ്ങൾ അവർ പഠിച്ചു. ഇതിന് അവർ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഇത് തന്നെയാണ് അവർ ബട്ടൺസ് ഇടാ, മോനെ വാ ഞാൻ ബട്ടൺസ് ഇട്ട് തരാം എന്ന് പറയുമ്പോ അവനോട് പറയാം, നോ അമ്മ എനിക്ക് ഇടാൻ അറിയാം, ഞാൻ ഇട്ട് എന്ന് പറഞ്ഞിട്ട് അവൻ സ്വയമേ അത് ഇടും. കാരണം അവൻ എന്താണോ ക്ലാസ് റൂമിൽ പഠിക്കുന്നത് അത് തന്നെയാണ് അവന്റെ എക്സ്റ്റേണൽ വേൾഡ് അല്ലെങ്കിൽ പുറത്തുള്ള എൻവയോൺമെന്റ് നടക്കുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. എൻവയോൺമെന്റ് വേറെ അല്ലെങ്കിൽ ക്ലാസ് റൂം വേറെ എന്നുള്ള ഫീൽ ചെയ്യില്ല. അവർ എന്താണോ ക്ലാസ് റൂമിൽ പഠിക്കുന്ന കാര്യങ്ങൾ അവർ പ്രാക്ടിക്കൽ ലൈഫിൽ അത് എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. ഓക്കെ, ദെൻ നമ്മള് മോണ്ടിസോറിയില്
പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ആയിട്ട് വന്നിട്ട് അവിടെ നമ്മൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ ക്ലാസ്സിൽ വെള്ളം പോർ ചെയ്യണം, വെള്ളം എങ്ങനെ ഒഴിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് A to Z കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കും. ഓക്കെ, എങ്ങനെയാണ് ടേബിളില് ഫുഡും കാര്യങ്ങളും അറേഞ്ച് ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ട് എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം, സ്നാക്സ് എങ്ങനെ കട്ട് ചെയ്യണം, വെള്ളം എങ്ങനെ പോർ ചെയ്യണം, നമ്മള് പ്ലാന്റിങ് പ്ലേറ്റ്സ് കാര്യങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം, ഇതൊക്കെ ഇങ്ങനെ പ്ലേസ് ചെയ്യണം. കറക്റ്റ് ആയിട്ട് അത് പ്ലേസ് ചെയ്യേണ്ടത് എവിടെയാണ്, വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതും ഒക്കെ നമ്മൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പ്രാക്ടിക്കൽ ലൈഫിൽ വരുന്നതാണ് ഇത്. ഷൂ ലേസ്, ബട്ടറിങ് ഫ്രെയിംസ്, വാട്ടറും ഗ്ലാസും ഒക്കെ ഇങ്ങനെ അതെങ്ങനെ പോർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയുടെ ഭാഗമായിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ട്രെയിൻ ചെയ്യാണ് എങ്ങനെയാണ് ചെറിയ അവരുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കണം കേട്ടോ. ഒത്തിരി നമ്മള് ഹെവി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ല, അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് എങ്ങനെയാണ്. 1 മിനിറ്റ് കേട്ടോ. ടാസ്കുകൾ അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള ചെറിയ ചെറിയ ടാസ്കുകൾ നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ അവർക്ക് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ അവരുടെ ക്ലാസ് റൂമിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കാര്യങ്ങൾ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ അവരുടെ എക്സ്റ്റേണൽ വേൾഡിലുള്ള കാര്യങ്ങളും തമ്മിൽ ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. അവരെന്താണോ അവിടെ പഠിക്കുന്നത് അവരുടെ ലൈഫിൽ അവർ എന്ത് ചെയ്യും, അത് പ്രാക്ടിക്കലി അവരെന്ത് ചെയ്യാൻ നോക്കും, അത് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കും. പ്രാക്ടിക്കലി ലൈഫിൽ കണ്ടോ എല്ലാ ഫ്രെയിംസും ഏകദേശം വെച്ചിട്ടുണ്ട്. ഇത് വെൽക്രോ ആണ്, ബട്ടൺ, സിബാണ്, ഇതും ബട്ടൺ ആണെന്ന് തോന്നുന്നത്, സ്മോൾ ബട്ടൺ. ഇത് ബക്കിള്. അങ്ങനെ എങ്ങനെയാണ് ടേബിളും കാര്യങ്ങളും നീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നമ്മൾ കുട്ടികൾക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ കുട്ടികൾക്ക് അവർക്ക് അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, റിയൽ വേൾഡ് ആയിട്ട് അവരെന്താണ് അറ്റാച്ച്ഡ് ആണ്. അല്ലാതെ ചില ചെറുപ്പത്തിലെ തന്നെ അവർക്ക് എന്താണ് റിയൽ വേൾഡ് നടക്കുന്നത്, എക്സ്റ്റേണൽ വേൾഡിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസും എല്ലാം അവർക്ക് സ്വയമേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ്സ് അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യം 3 പോയിന്റ് മാത്രം, 3 ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമാണ് ഇന്ന് എടുക്കുന്നത്. നോർമലൈസേഷനില് ലവ് ഓഫ് ഓർഡർ, നമ്മളെ കുട്ടികൾ മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾക്ക് മോണ്ടിസോറി ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ മോണ്ടിസോറി എൻവയോൺമെന്റ് ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അവർ ആ ഒരു ലവ് ഓഫ് എൻവയോൺമെന്റ്, അവരുടെ എൻവയോൺമെന്റ് ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ മുതൽ അവർ ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ, പെർഫെക്റ്റ് ആവാനായിട്ട് അവർ ആഗ്രഹിക്കും. അവരതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. ലവ് ഓഫ് വർക്ക്, റിപ്പീറ്റ്ലി അവർക്ക് ഓരോ വർക്ക് ചെയ്യാനായിട്ട് വളരെ താല്പര്യമായിരുന്നു. റിപ്പീറ്റ്ലി അവർ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കൊരു മെറ്റീരിയൽ ഇഷ്ടമാണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ആ മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്യും. ദെൻ പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ, നമ്മൾ കുട്ടികൾക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് അവർക്ക് ഒരുപാട് നേരം അവരുടെ മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ആക്ടിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പവർ കൂടുതലായിരിക്കും. ദെൻ ലാസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ മാത്രം ചെയ്ത ഒരു ആക്ടിവിറ്റിയാണ് അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി. നമ്മുടെ റിയൽ വേൾഡ് ആയിട്ട് മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾ വളരെ അറ്റാച്ച്ഡ് ആയിരിക്കും, അവർ ക്ലോസ്ലി കണക്റ്റഡ് ആയിരിക്കും. അവരെന്താണോ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ അവർ ക്ലാസ് റൂമിൽ എന്താണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ മോണ്ടിസോറി എൻവയോൺമെന്റിൽ എന്താണോ അവർ പഠിക്കുന്നത് തന്നെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ അവർ ഫേസ് ചെയ്യുന്നത്. സോ അവർക്ക് പെട്ടെന്ന് അറ്റാച്ച് ആവാൻ പറ്റും, റിയാലിറ്റി ആയിട്ട് പെട്ടെന്ന് അറ്റാച്ച് ആവാൻ ആർക്ക് പറ്റും, മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് അറ്റാച്ച് ആവാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മീനിങ് മനസ്സിലായോ?
ശരിക്കും നമ്മളൊക്കെ ചെറുതിലേ കളിച്ചുകൊണ്ടിരുന്ന കളികൾ മോണ്ടിസോറി മെത്തേഡുമായിട്ട് വളരെ കണക്ട് ആവുന്നതല്ലേ. നമ്മൾ ചോറും കറിയും വെച്ച് കളിക്കുക, ഓഫീസ് കളിക്കുക, ഇക്കളിയൊക്കെ നമ്മൾ കളിച്ചിരുന്നില്ലേ പണ്ട്. ഇപ്പോഴത്തെ കുട്ടികളാണ് ഇങ്ങനത്തെ കളിയൊന്നും കളിക്കാത്തത്. ഉണ്ടോ ഇന്നത്തെ കുട്ടികൾക്ക് ഇത് വേണ്ടേ? വീട്ടിലല്ലേ എന്തോരം കുട്ടികളാ ഫോണിൽ തന്നെ. അല്ല ഞാൻ പറയാം, അപ്പൊ നമ്മളുടെ ചെറുപ്പകാലൊക്കെ ഏകദേശം ഇതിനോട് കുറച്ച് കണക്റ്റഡ് ആയിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. അല്ലെ അതേപോലെ തന്നെ ഇല്ലേടാ നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ അംഗനവാടിയിൽ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മയുണ്ട്. എനിക്ക് എന്റെ അംഗനവാടിയിൽ എങ്ങനെയാണെന്ന് ഉണ്ടായത് ഓർമ്മയുണ്ട്. ചില മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരുന്നു, വുഡിൽ തീർത്തിട്ടുള്ള ചില ഇങ്ങനെ മെറ്റീരിയൽസുകൾ, ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഓർഡറിലാക്കുന്ന ഒരു മെറ്റീരിയൽ, അങ്ങനെ ഒത്തിരി മെറ്റീരിയൽസ് എന്റെ ഓർമ്മയിലുണ്ട്. എല്ലായിടത്തും ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാനത് കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്റെ ഓർമ്മയിൽ പണ്ടല്ലേ ഞാനതിനെ ആലോചിക്കും, ഞാനിത് എവിടെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ചില മെറ്റീരിയൽസ് കാണുമ്പോ. സെയിം തന്നെ അല്ല, മോണ്ടിസോറി മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞേ, മോണ്ടിസോറി മെറ്റീരിയൽസ് പോലുള്ള വുഡനിലുള്ള മെറ്റീരിയൽസ്. കാരണം ആ പേള് വെച്ചിട്ട് കൗണ്ട് ചെയ്യാനുള്ളത് ഒട്ടുമിക്ക എല്ലാ അംഗനവാടികളിലും ഉണ്ടാവാറുണ്ട്. അത് ചില മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. അപ്പോ ഇന്ന് ഞാൻ ഇത്രയും പോർഷൻ എടുക്കുന്നുള്ളൂ. 3 ക്യാരക്ടറിസ്റ്റിക്സ്, നോർമലൈസേഷനും ഡീവിയേഷനും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. സ്പീഡിലൊന്നും പോവില്ല, പതുക്കെ പോവുള്ളൂ കേട്ടോ. പഠിച്ച് മനസ്സിലാക്കി അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, പോകുന്നുള്ളൂ. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്? ഓക്കെ, സൈൻ ഔട്ട് ചെയ്തോളാം. Okay. As we come to the end of today's class, let me share a short story. The story of the bamboo tree. A man once planted a bamboo seed and watered it every day, but for years nothing came out of the group. Still, he kept watering it patiently. After five long years, suddenly the bamboo tree grew so 80 feet tall in just 6 weeks. Why? Because during all those years, the roots were growing strong under the soil. Moral: sometimes growth is not visible, but with patience and hard work, success will surely come. Thank you and have a wonderful day ahead. Thank you, ma'am. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.